ഹലോ. അപ്പം നമ്മളിന്ന് ഫാമിലി എല്ലാവരും കൂടെ ഇവിടെ പോവാണ്, പൊന്മുടി പോവുകയാണ്. ഞാനിവിടെ റെക്കോർഡ് പിന്നെയാണ് ചെയ്യുന്നത് വോയിസ്, കാരണം ആ ടൈമിൽ വോയിസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഫുള്ള് നമ്മുടെ ഫാമിലി ഒത്ത് പോകുമ്പോൾ അറിയാമല്ലോ നമുക്ക് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ. അക്കരം ഇക്കരമാണ് നമ്മൾ പൊന്മുടി അടുത്തെത്താറായിട്ട്. ഈ റോഡ് ഞാൻ അത് തുടക്കം തൊട്ടുള്ള എടുത്തില്ല. റോഡൊക്കെ എന്താ വലിയ തിരക്കില്ല, പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, റോഡ് കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. ഇത്രയും ആൾക്കാർ വരുന്ന റോഡാണ്, പക്ഷെ ഇവിടുത്തെ റോഡൊന്നും നീറ്റല്ലായിരുന്നു. കാരണം ഫുള്ള് കുണ്ടും കുഴിയാണ്. തുടക്കമൊന്നും കുഴപ്പമില്ല, നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോൾ ഫുള്ള് കുണ്ടും കുഴിയാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം പൊന്മുടി ഫോറസ്റ്റിൻ്റെ അകത്തെത്താറായി. ഇവിടെ പോലും കണ്ട റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. കുറേ ഏരിയ ഉണ്ടായിരുന്നു, ഞാൻ ഒന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ, കാരണം ഇങ്ങനെ ഷേക്കായിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഏകദേശം പൊന്മുടി അടുത്തെത്താറായി. നല്ല വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, കാരണം നമുക്ക് വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല. സാധാരണ പൊന്മുടി വീഡിയോ കണ്ട് എല്ലാവർക്കും അറിയാം ഭയങ്കര ബ്ലോക്കായിരിക്കും, പക്ഷെ നമുക്ക് എന്താ ഭാഗ്യത്തിന് വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രസമാണ്. ചീവീടിൻ്റെ ഒച്ചയാണ് ഇവിടെ ഫുള്ള്. നമ്മൾ ഹെയർ പിന്നൊക്കെ കയറി തുടങ്ങിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. കോട കൊണ്ട് കംപ്ലീറ്റ് നിറഞ്ഞ് നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ പോയ വെതർ കണ്ടീഷനും അടിപൊളിയായിരുന്നു, കാരണം വലിയ മഴയോ എന്നാൽ മഴയില്ലാതെ അങ്ങനെയല്ല, ചെറിയ ചാറ്റൽ മഴ, അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. നല്ല രസമായിരുന്നു. ഫുള്ള് ടോട്ടലി ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബൈക്കിന് പോകാറുണ്ടെങ്കിൽ ഇതിലും കിടിലായനെ. മിക്കവരും ബൈക്കിലാണ് വരണം, കാരണം ബൈക്കിലാണ് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല രസം. ഇതിപ്പോൾ നമ്മൾ പൊന്മുടിയിൽ ടോട്ടലി 22 ഹെയർ പിന്നുണ്ട്. ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു തുടക്കം നമ്മൾ കയറിയതേ ഉള്ളൂ. കയറിയപ്പോൾ തന്നെ ഇത്രയും കോട കൊണ്ട് കംപ്ലീറ്റ് നിറഞ്ഞ് സൈഡിലൊക്കെ എല്ലാവരും ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയും അങ്ങോട്ടും താഴോട്ടൊക്കെ ഇറങ്ങിയൊക്കെ ചെയ്യും. നമ്മൾ അവിടെയൊന്നും ഇറങ്ങിയില്ല, കാരണം നമുക്ക് ഇത്തിരി കൂടെ മുന്നോട്ട് പോയിട്ട് നിർത്താമെന്ന് വെച്ച് കണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി നിൽക്കുവാണ്. പക്ഷെ നമുക്ക് ആൾക്കാരൊന്നും കാണാൻ പറ്റണില്ല, അത്രയ്ക്ക് കോട കൊണ്ട് നിറഞ്ഞു. ലാസ്റ്റ് നമ്മളും ഒരു ഏരിയ എത്തിയപ്പോൾ നിർത്തി. അതാണ് ഇവിടെ വലിയ കോടയില്ലായിരുന്നു, പക്ഷേ ഈ ഫോട്ടോയിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അകത്തോട്ട് പോകുമ്പോഴാണ് കോട. പിന്നെ നമ്മൾ ടോപ്പിലെത്തി കേട്ടോ. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഫുള്ള് വണ്ടികളായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഓവർ തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നല്ല കോട ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്താ പറഞ്ഞാൽ നമ്മൾ തീടുമ്പോൾ പോലെ കോടയുണ്ടായിരുന്നു, അല്ലാതെ തണുപ്പായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെതർ കണ്ടീഷനൊക്കെ അടിപൊളിയാണ്, നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം അങ്ങോട്ടൊന്നും അകത്തോട്ടൊന്നും കാണാൻ പറ്റില്ല. ഈ പാറയുടെ പുറത്തൊക്കെ കയറിയിരിക്കാൻ നല്ല രസമാണ്. പിന്നെ എനിക്കിവിടുത്തെ ഒരു പേടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സൈസ് അട്ടയുണ്ട്. നമ്മൾ ഈ നടക്കുന്ന ടൈമിൽ നമുക്കത് അറിയില്ല, അത് കടിച്ച് നമ്മുടെ ചോര കുടിച്ച് വലുതായിട്ട് അതിൻ്റെ കൊമ്പിരുന്നാൽ ആ കൊമ്പ് വെച്ചാൽ അത് ഉച്ചിട്ട് കുടിക്കുന്നത്. അപ്പോൾ ആ കൊമ്പ് അവിടെ എടുത്ത് കളഞ്ഞാൽ അത് പോകത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ മെയിനായിട്ടൊരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതാണിത്. നമ്മളിവിടെ സെക്യൂരിറ്റിയോടൊക്കെ അവരോട് ചോദിച്ചിട്ടാണ് ഈ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് കേട്ടോ. കുറേ റീൽസ് ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ മഴയത്ത് ഇതാണ് ഇവിടെ അടിപൊളി. ഇവിടെ ഫുള്ള് ചീവീടിൻ്റെ ഒച്ചയാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനുകൊണ്ടാണ് അത് കേൾക്കാൻ പറ്റാത്തത്. ഫുള്ള് ചീവീട് എന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ള് ചീവീടിൻ്റെ ഒച്ചയാണ്. നല്ല രസമാണ്. ഇതിൻ്റെ മേലോട്ടൊക്കെ കയറാൻ പറ്റും കേട്ടോ, പക്ഷെ നമ്മളിതിൻ്റെ മേലോട്ടൊന്നും, അത് ഫുള്ള് കാടാണേ, ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല, ജസ്റ്റ് ഇവിടെ വന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ കണ്ട ചെറിയൊരു അരുവി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ഇറങ്ങി കേട്ടോ. ഇതുപോലെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടുന്ന് പോകാൻ നേരത്ത് അടിപൊളി മഴയുണ്ടായിരുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞ വീഡിയോ, പക്ഷെ നമ്മൾ ഓടി കയറുമായിരുന്നേ. നല്ല രസം. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഫുള്ള് ഭയങ്കര സൈലൻറ്റ്, ചീവീടിൻ്റെ ഒച്ച മൊത്തത്തിൽ കിടിലായിരുന്നു. പിന്നെ നമ്മൾ പതിയെ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ, കാരണം നമ്മൾ അധികം നേരം അവിടെ നിന്നതായില്ല. നമ്മൾ പോയപ്പോൾ മഴയില്ലെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നേ. അപ്പം ഇത്തിരി കൂടെ ഒരു തണുപ്പ് അങ്ങനത്തെ ഒരു ഫീലൊക്കെ വരാമെന്ന് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ഇതാണ് ലെവല്. നല്ല മഴയായി. ഇതിപ്പോൾ മഴ തോർന്ന് നിൽക്കുക. നമ്മൾ തിരിച്ചിറങ്ങി നല്ല സൂപ്പർ മഴയായിരുന്നു. പക്ഷെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമ്മളങ്ങനെ അധികം ബ്ലോക്കിലൊന്നും പെട്ടില്ല. നമ്മൾ തിരിച്ചത് ഇറങ്ങുവാണ്. ഞാനിതിൻ്റെ അവസാനം ഞാൻ അവിടെ നിന്നെടുത്ത കുറച്ച് പിക്ക് 2-3 പിക്കായിട്ട് എനിക്കിഷ്ടപ്പെട്ട 2-3 പിക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യാവേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കണം കേട്ടോ. പിന്നെ എല്ലാവരും പൊന്മുടിയിൽ പോകണമെങ്കിൽ ഇപ്പോൾ പോകണം, കാരണം അടിപൊളിയാണ്. ക്ലൈമറ്റ് കിടിലമാണ്. ബൈക്കിന് പോകാൻ പറ്റുമെങ്കിൽ മാക്സിമം ബൈക്കിനോ സ്കൂട്ടറിനോ പോവുക. നല്ല രസമാണ്. ഒരു ജസ്റ്റ് മറ്റേ കളർ കോട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പല കളർ കോട്ടൊക്കെ ഇട്ടിട്ട് കിടിലായിരിക്കും. പിന്നെ എൻ്റെ ഫോട്ടോസ് കൂടെ നോക്കിക്കോട്ടെ ഞാൻ.